മനുഷ്യന് ദൈവത്തോട് മല്ലു പിടിക്കാമോ? ഹോശേയ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ്: അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു: നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതിനാൽ നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്നാവും. ആരാണ് ഇസ്രയേൽ? ജയിച്ചവനാണ് ഇസ്രയേൽ. ആരാണ് ഇസ്രയേൽ? മല്ലു പിടിച്ചവനാണ് ഇസ്രയേൽ. ആരാണ് ഇസ്രയേൽ? ദൈവത്തോട് മല്ലു പിടിച്ചവനാണ്, മനുഷ്യരോട് മല്ലു പിടിച്ചവനാണ്, ജയിച്ചവനാണ്. അത്തരുണത്തിൽ ദൈവത്താൽ പേര് മാറ്റിയിടപ്പെട്ടവനാണ് ഇസ്രയേൽ. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു വിഷയം ഇടയ്ക്ക് കയറി വന്നു. അതായത് സാധാരണക്കാരനായ ഒരാൾ ഈ പ്രസംഗം കേട്ടാൽ അവനിങ്ങനെ അത്ഭുതപ്പെടും. മനുഷ്യൻ ദൈവത്തോട് മല്ലു പിടിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവം ചെറുതാവുകയല്ലേ, മനുഷ്യൻ വലുതാവുകയല്ലേ? അങ്ങനെയല്ല. എൻ്റെ കൊച്ചുമകനും ഞാനും കൂടെ പന്ത് കളിച്ചാൽ ഞാൻ തോറ്റുകൊടുക്കും. ഞാൻ 2 പ്രാവശ്യം ജയിച്ചാൽ അവൻ കരയും. അവൻ്റെ കരച്ചിൽ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? തോറ്റുകൊടുക്കും. ഇനി ഞങ്ങൾ 2 പേരുടെ ഒളിച്ച് കളിച്ചാൽ അവൻ ഒളിച്ചാൽ എനിക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ ഒളിച്ചാൽ അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2-3 പ്രാവശ്യം അപ്പം ചോന്ന് നീട്ടി വിളിക്കും, കണ്ടില്ലെങ്കിൽ കരയും. അപ്പം ഞാൻ പിന്നെ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് വിളിക്കും. അങ്ങനെ കാട്ടിക്കൊടുക്കും, തോറ്റുകൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ നമ്മൾ പിള്ളേരെ വളർത്തുന്നത്, അല്ലേ? ഇതുപോലെ ദൈവം നമ്മുടെ മുമ്പിൽ തോറ്റു തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തോട് മല്ലു പിടിക്കുന്നതെന്ന് അതേ സംഭവം ഉൽപ്പത്തി 32-ലെ സംഭവം ഹോശേയയുടെ പുസ്തകത്തിൽ വന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? കാലങ്ങൾ മാറിയാലും വേദപുസ്തക ചരിത്രം മാറുന്നില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച ഹോശേയ പറയുകയാണ്, എങ്ങനെയാണ് യാക്കോബ് ജയിച്ചതെന്നറിയാവോ? കണ്ണുനീരുകൊണ്ട്. കേട്ടു നോക്കിയേ. അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, ദൂതനോട് പൊരുതി ജയിച്ചു. അതായത് ചെറുപ്പത്തിൽ ചേട്ടനെ പറ്റിച്ചു, തോപ്പിച്ചു. അത് തന്ത്രങ്ങളിലൂടെയാണ്. വലുതായി കഴിഞ്ഞപ്പോൾ, ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ തോപ്പിച്ചു. തന്ത്രമല്ല, തന്ത്രങ്ങളിൽ ദൈവത്തെ തോപ്പിക്കാനൊക്കില്ല. പക്ഷെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം തോറ്റു തരും. അതിൻ്റെ പേര് ഹോളി വീക്ക്നെസ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ ബലഹീനത. ഒരു മനുഷ്യൻ എൻ്റെ കർത്താവേന്ന് പറഞ്ഞ് കരഞ്ഞാൽ അപ്പോൾ മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവൻ കരഞ്ഞു, ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ ദൈവം അവന് തോറ്റുകൊടുത്തു. അങ്ങനെ ഇസ്രയേൽ ആര് എന്ന ചോദ്യത്തിന് വീണ്ടും ഒരു മനോഹരമായ ഉത്തരം കിട്ടുന്നു. ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് ഇസ്രയേൽ. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.